Hello guys, it's me Gopikrishna. അപ്പോൾ നമ്മുടെ ചാനലിലെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഒരു ഫോണിനെ പരിചയപ്പെടുത്തുകയാണ്. ഫോണിനെ പരിചയപ്പെടുത്തുക പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്, നമ്മുടെ ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് മോസ്റ്റ് പവർഫുൾ ബ്രാൻഡ് എന്നൊക്കെ അവകാശപ്പെടുന്ന ഷൗമിയുടെ ഒരു ഫോണായിട്ടുമാണ് ഞാൻ വന്നിരിക്കുന്നത്. അൺബോക്സിങ് കാര്യങ്ങളൊന്നുമല്ല, ആ ഫോൺ നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ കുറച്ച് എക്സ്പെക്റ്റേഷൻസ്, അതിൻ്റെ പ്രൈസ് റേഞ്ച്, അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു റിവ്യൂ, അതായത് ഫസ്റ്റ് ലുക്ക് ഇംപ്രഷൻസ് ആണ് ഞാൻ ഇവിടെ തരുന്നത്. അപ്പോൾ നമുക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമുക്ക് തന്നെ സമയം കളയാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഷൗമി MI A3 വന്നിരിക്കുകയാണ് ഗൈസ്. ഇത് ഒരു കിടുക്കാച്ച് മോഡലാണ് ഗൈസ്. ലുക്കിലും ബേസിക്കിലും മൊത്തം ഫീച്ചേഴ്സിലും മൊത്തം മുന്നിട്ട് നിൽക്കുന്ന കിടുക്ക് ഫോൺ. ഒരു രക്ഷയില്ലാത്ത ഫോണാണ് ഗൈസ്. നമ്മുടെ സാംസങ് ഗാലക്സി A50 ഉണ്ടല്ലോ, A50യുടെ പക്ക ലുക്ക്, സെയിം ഡിസൈൻ. നിങ്ങൾക്കറിയാം A50ക്ക് നല്ല ലുക്കായിരുന്നു, നല്ല സ്റ്റൈലിഷ് ലുക്കായിരുന്നു. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ഒക്കെ ഉള്ളൊരു ഫോണായിരുന്നു. അതേമാതിരി നല്ല സ്റ്റൈല് കിഡ് ലുക്കായിട്ടാണ് നമ്മുടെ MI A3 എന്ന ഫോൺ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുവാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 665, അതായത് 665ൻ്റെ ചിപ്സെറ്റാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രൊസസ്സർ ഒക്ടാകോ 2 GHz കോർ കിയോ 260+1.8 ആണ് അതിൻ്റെ പ്രൊസസ്സർ ബേസിക് വരുന്നത്. 64 ബിറ്റിൻ്റെ ഇൻറ്റേർണലാണ്. അതിൻ്റെ റാം ബേസ് വരുന്നത് 4 GB ആണ്. നമുക്ക് റോം ഇൻറ്റേർണൽ സ്പേസ് ആയിട്ട് 64 GB ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു വേരിയൻ്റേ ഉള്ളൂ. അത് നമുക്കത് റോമിൻ്റെ സ്പേസ് കൂട്ടി അപ് ടു 256 GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. ഗൈസ്, ഇതിൻ്റെ ഡിസ്പ്ലേ ഭാഗത്തോട്ട് വരുവാണെങ്കിൽ 6.08 ഇഞ്ച്, അതായത് നല്ലൊരു റേഷ്യോ 720x150, അതായത് 1580 പിക്സൽസിൻ്റെ നല്ലൊരു സ്ക്രീൻ റെസൊല്യൂഷൻ ഒക്കെ ഉള്ളൊരു അമോ LED ഡിസ്പ്ലേ ആണ്. സൂപ്പർ ഒന്നുമല്ല, അമോ LED ഡിസ്പ്ലേ ആണ്. നല്ല തകർത്ത ഡിസ്പ്ലേ ആണ്. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്ക് വരുമ്പോൾ കാണാൻ എങ്ങനെ ഇരിക്കുന്നു. ഓക്കെ ഗൈസ്, നമുക്കിനി ക്യാമറയുടെ ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുവാണെങ്കിൽ റിയർ സൈഡിൽ നോക്കുവാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഗൈസ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം. നമ്മുടെ A50ക്കകത്ത് കറക്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ട് നല്ല കിടുക്ക് നല്ല ലുക്കായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്. അതിനകത്ത് ഒരു ക്യാമറ പ്രൈമറി ലെൻസ് എന്ന് പറയുന്നത് 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ലെൻസ് ആണ്. അതിൻ്റെ f1.79 അപ്പറേച്ചർ ഉള്ള 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ലെൻസ്. രണ്ടാമത് വൈഡ് ആംഗിൾ ആണ് ഗൈസ്. 8 മെഗാ പിക്സലിൻ്റെ നല്ലൊരു വൈഡ് ആംഗിൾ ഉണ്ട്. പിന്നുള്ളത് ലൈഫ് ഫോക്കസ്, അത് നമുക്ക് പോർട്രേ ഒക്കെ എടുക്കാനുള്ളതാണ്. അതിൻ്റെ 2 മെഗാ പിക്സലാണ് അതിൻ്റെ തേർഡ് ക്യാമറ. ഇതാണ് ക്യാമറ, റിയർ സൈഡിലെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ വരികയാണെങ്കിൽ. ഇപ്പോൾ ഒരു LED ഫ്ലാഷ്, നമുക്ക് സ്ലോ മോഷൻ, അതുപോലത്തെ ഒത്തിരി സംഭവങ്ങൾ, വീഡിയോ റെക്കോർഡിങ്, നല്ല ക്ലാരിറ്റീസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ സെൽഫി ഭാഗത്ത്, അതായത് ഫ്രണ്ട് ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ 32 മെഗാ പിക്സൽ, അതായത് f2.0യുടെ അപ്പറേച്ചറുള്ള 32 മെഗാ പിക്സൽ നല്ലൊരു കിടുക്ക് ക്യാമറ ക്വാളിറ്റി നമുക്ക് സെൽഫി ഭാഗത്ത് കിട്ടുന്നുണ്ട്. അതാണ് അതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത. ബാറ്ററി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 4030 mAh ആണ് ഇതിന്റെ ബാറ്ററി പെർഫോമൻസ്. അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത, ഈ പ്രൈസ് റേഞ്ചിൽ നല്ല തരക്കേടില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. ഇത് ഫാസ്റ്റ് ചാർജർ, ക്വിക്ക് ചാർജിങ് സപ്പോർട്ടൊക്കെയാണ്. അതിൻ്റെ കൂടെ ചാർജ് ചെയ്തുകൊണ്ട് നമുക്ക് ജസ്റ്റ് ബോക്സ് നോക്കിയാലൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ സുഖമായിട്ട് ഒരു ദിവസം 1.5 ദിവസമൊക്കെ നല്ലപോലെ നിൽക്കും. സാധാരണ ഈ പ്രൈസ് റേഞ്ചിലുള്ള ഫോണിനെല്ലാം 4000 mAh ബാറ്ററി ഒക്കെയാണ്. അതിൽ 30 mAh കൂടെ ഒരു കൂട്ടിയിട്ടിരിക്കും. നല്ല ഷൗമി ഒരു കൂട്ടിയൊക്കെ അല്ലേ എടുത്തുള്ളൂ. അപ്പോൾ ഫാസ്റ്റ് ചാർജറൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ടൈപ്പ് C പോർട്ടാണ് ഇതിൻ്റെ ചാർജർ, മൈക്രോ USB സപ്പോർട്ടല്ല, C പോർട്ടാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. ഇനി ഇതിന്റെ നെറ്റ്വർക്ക് സിമ്മിന്റെ ഭാഗത്തോട്ട് വരുവാണെങ്കിൽ 2 ഡ്യുവൽ സിം ഇടാൻ പറ്റത്തുള്ളൂ. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. ഒരു 4Gയും ഒരു 3Gയുമാണ്. സാധാരണ ഈ പ്രൈസ് റേഞ്ചിലുള്ള ഫോൺസിനകത്തെല്ലാം 2 4G ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഒരു 4G പ്ലസ് വോൾട്ട് പ്ലസ് രണ്ടാമത്തേത് 3G മാത്രമാണ് സപ്പോർട്ട് ആകുന്നത്. അതാണ് എനിക്ക് ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയത്. പിന്നെ ഫിംഗർ പ്രിന്റ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് ഗൈസ്. ഞാൻ എൻ്റെ ഫോട്ടോ കാണിച്ചിരുന്നു. നല്ല കിടുക്ക് ലുക്ക് എന്ന് വെച്ചാൽ അമേസിംഗ് ലുക്കാണ്. നല്ല ഗ്ലേസിംഗ് മോഡൽ, നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെയുള്ള
അടിപൊളി ഫോണാണ്. ഇനി ഇതിന്റെ പ്രൈസ് റേഞ്ച് വരികയാണെങ്കിൽ 20,000 രൂപയ്ക്ക് താഴെയാണ് ഗൈസ്. 19,000-നും 20,000-നും ഇടയ്ക്കാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. നല്ലൊരു മിഡ് റേഞ്ച് ബഡ്ജറ്റ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ആയിട്ട് നമുക്ക് ഷവോമി MI A3 എന്ന മോഡൽ നമുക്ക് കണക്കാക്കാം. കാരണം ഈ പ്രൈസ് റേഞ്ചിൽ ഒത്തിരി അധികം ഫോൺസ് ഉണ്ട്. A50 ഉണ്ട്, M40 ഉണ്ട്, അങ്ങനെ ഒത്തിരി ഫോൺസ് ഉണ്ട്. ഇതിനകത്ത് വെച്ച് നോക്കുമ്പോൾ ഷവോമിയാണ് നല്ലൊരു പ്രൈസ് റേഞ്ച്. K20 ഒക്കെ വരുന്നുണ്ട്. K20 നമ്മൾ ഇതായിട്ട് കമ്പയർ ചെയ്യുന്നില്ല, കാരണം രണ്ടും ഒരു കമ്പനീസ് തന്നെയാണ്. പക്ഷെ മുന്നിട്ട് നിൽക്കുന്നത് MI A3 ആണ് ഗൈസ്. കാരണം MI A1 നമ്മൾ കണ്ടിരുന്നു, ഭയങ്കര പക്ക ക്വാളിറ്റി ഉള്ള ക്യാമറ. അതിന്റെ ക്യാമറ വിഷ്വൽസ് ആണ് സൂപ്പർ, അമേസിങ് ക്യാമറ ക്വാളിറ്റി ആയിരുന്നു. അതുപോലെ A2 ഇറങ്ങി, അതിനുശേഷം MI A3. അപ്പോൾ ഇത് നമ്മൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് ഓഗസ്റ്റ് അവസാനത്തെ വീക്കിലൂടെ ആയിരിക്കും. ഓഗസ്റ്റ് ഒരു 23rd 24th ആ റേഞ്ചിലൊക്കെ ആയിരിക്കും നമുക്ക് ഇന്ത്യയിൽ ഇത് അവൈലബിൾ ആയി തുടങ്ങും, ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ അതിനുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ടെക് അപ്ഡേറ്റിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഷവോമി MI 3 A3. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നതിൽ മാത്രം കണ്ടോ, അല്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അൺസബ്സ്ക്രൈബ് ആയി പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോസുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് യുവർ ഗോപികൃഷ്ണ.